ഇനി നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. അതായത് ഇപ്പൊ തേടി വരുവാണ്, ഇവിടെ ഒരു വളവാണ്, ഇറക്കം കൂടിയ റോഡാണ്. ചിലർ ചെയ്യുന്നതാണ് ബ്രേക്കേ കാല് വെക്കാതെ ക്ലച്ച് ചവിട്ടി സെക്കൻഡിലേക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കും. അപ്പൊ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ വേറെ വഴിക്ക് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറക്കം കൂടിയ ഒരു വളവിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് മാത്രം ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യരുത്. ബ്രേക്കേ വന്ന് നിങ്ങൾ വാഹനത്തിന്റെ വേഗത സ്ലോ ചെയ്താണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കൂടും. അത് എന്തുകൊണ്ട്? ഗിയറുമായിട്ടുള്ള പിടുത്തം വിട്ട് ടയറിന്റെ റണ്ണിങ് കൂടും. അപ്പം നമുക്ക് അത് കൂടാതിരിക്കാനായിട്ട് ഇറക്കത്ത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യണം? ബ്രേക്കേ ജസ്റ്റ് കാലൊന്ന് വെച്ച് വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ട് മാത്രമേ ഗിയർ ഡൗൺ ചെയ്യാവുള്ളൂ. വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടേ ഗിയർ ഡൗൺ ചെയ്യാവുള്ളൂ. അതൊന്ന് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക്, അടുത്തൊരു മിസ്റ്റേക്ക് പറയാം. പല ആൾക്കാർ ഈ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഹാർഡായിട്ടുള്ള ബ്രേക്ക് ചവിട്ടും. സ്മൂത്ത് ആയിട്ട് പലർക്കും ബ്രേക്ക് ചവിട്ടാനായിട്ട് അറിയത്തില്ല. അതായത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് ബാലൻസ് ആക്കുന്നത് പോലെ തന്നെ നമ്മൾ ബാലൻസ് ആക്കേണ്ട ഒന്നാണ് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് എന്ന് പറയുന്നത്. ഹാർഡായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി മെയിൻ റോഡിൽ നിന്ന് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സ്മൂത്ത് ആയിട്ട് തീർത്തും ചവിട്ടാത്ത അളവിൽ, അതായത് നമ്മൾ കൊള്ളിച്ച് ചുമ്മാ പിടിച്ചേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഇതിനിടയിൽ നമ്മൾ വാഹനത്തിന്റെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് എല്ലാ രീതിയിലും നമ്മൾ ബ്രേക്കിനെ ബാലൻസ് ചെയ്യണം. ഹാർഡായിട്ട് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ മാത്രം കൂടുതൽ ബ്രേക്ക് ചവിട്ടിയാൽ മതി. നമുക്ക് ചെറിയൊരു ബ്രേക്കിംഗ് ആണ് റോഡിൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ബ്രേക്ക് ചെയ്യണം. അല്ലാതെ അനാവശ്യമായിട്ട് ചവിട്ടിന്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ചവിട്ടിന്റെ അളവ് കൂടി വണ്ടി മെയിൻ റോഡിൽ ഓഫായി പോകാറുണ്ട്.